യുവജനങ്ങളിൽ രാഷ്ട്രീയ അവബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനും തൊഴിൽ സംരംഭകത്വ സാംസ്കാരിക മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി വിവിധ പദ്ധതികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് മങ്കട മണ്ഡലം കമ്മിറ്റി രൂപം നൽകിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ സ്കൂൾ ആരംഭിക്കും. യുവാക്കൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ ആദർശങ്ങളും നയനിലപാടുകളും പ്രചരിപ്പിക്കുക, ഇന്ത്യൻ ഭരണഘടന, മതേതരത്വം, നാനാത്വത്തിലേകത്വം തുടങ്ങിയ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഫാസിസം, തീവ്രവാദം എന്നിവയുടെ അപകടങ്ങൾ തുറന്നുകാട്ടുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൃത്യമായ സിലബസോടുകൂടിയ ക്ലാസുകൾ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവ സംഘടിപ്പിക്കും. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനായി സർക്കാർ സ്വകാര്യ മേഖലകളിലെ അവസരങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യും. തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും പങ്കെടുപ്പിച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കാനും കമ്മിറ്റി തീരുമാനിച്ചു. നമുക്കൊരു രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക്, രാഷ്ട്രീയ യുവജന സംഘടന എന്ന നിലയ്ക്ക് പുതിയ നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങളും ലോകത്തിന്റെ ക്രമങ്ങളും മാറുന്നതിനനുസരിച്ച് പുതിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം യുവതലമുറയിലേക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊളിറ്റിക്കൽ സ്കൂള്, അതിൽ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ നമ്മുടെ മതേതരത്വം, അതോടൊപ്പം അഖണ്ഡത തുടങ്ങിയ എല്ലാവിധയും, അതായത് ഈ നവ ലിബറലിസം, മോഡേണിസം, ഇത്തരം ആശയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും പുതിയ തലമുറയെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പൊളിറ്റിക്കൽ സ്കൂള്, അതോടനുബന്ധിച്ച് പൊളിറ്റിക്കൽ സെമിനാറുകൾ, മറ്റ് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ആശയങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയുന്ന സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള വിവിധ ശില്പശാലകൾ ഒക്കെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ സ്കൂളിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം, തൊഴിൽ സാഹചര്യങ്ങൾ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന യുവാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ്. തൊഴിൽ സാഹചര്യങ്ങൾ ലോകക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന കോഴ്സുകൾക്കും തൊഴിലുകളും ഇന്ന് പുതിയ AI യുഗത്തിൽ ഒന്നുമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് പുതിയ തൊഴിലുകളെക്കുറിച്ചും പുതിയ കോഴ്സുകളെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട്, അതേപോലെ തൊഴിൽദാതാക്കളിലേക്ക് ഇവരെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിൽ ചാനലുകൾ ആരംഭിക്കുക, അതോടൊപ്പം വിവിധ സംരംഭകരെ ഉൾപ്പെടുത്തി തൊഴിൽ അന്വേഷകരെയും ഉൾപ്പെടുത്തിയിട്ട് ഈ മണ്ഡലത്തിൽ വലിയ തൊഴിൽ മേള, ഇന്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള കമ്പനികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വലിയ തൊഴിൽ മേള സംഘടിപ്പിക്കുക. അതോടനുബന്ധിച്ച് തന്നെ സർക്കാർ പൊതുമേഖല തൊഴിൽ ലഭിക്കുന്നതിന് ആവശ്യമായ അവബോധം യുവാക്കൾക്കിടയിൽ ഒന്നുകൂടി വളർത്തിയെടുക്കുകയും അതിനാവശ്യമായ പരിശീലനങ്ങളും ആവശ്യമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നമുക്കുള്ളത്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ പുതിയ സംരംഭകനാകണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എന്താ ആവാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ പൈലറ്റ്, കളക്ടർ എന്നൊക്കെ പറഞ്ഞതിന് സംരംഭകത്വ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യങ് എന്റർപ്രണേഴ്സ് കമ്മിറ്റി സംഘടിപ്പിക്കും. പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവരെയും നിലവിലെ സംരംഭകരെയും പങ്കെടുപ്പിച്ച് വ്യവസായ സംരംഭകത്വ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തും. മണ്ഡലത്തിന്റെ ദീർഘകാല വികസനം ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, വിദഗ്ധർ എന്നിവരുടെ സഹകരണത്തോടെ സമഗ്ര വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ദുരന്ത നിവാരണ, ആരോഗ്യ, പാലിയേറ്റീവ് മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉറപ്പാക്കുന്നതിനായി വൈറ്റ് ഗാർഡ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. മണ്ഡലതല വൈറ്റ് ഗാർഡ് സംഗമവും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കും. കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ശാഖാതലങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ സാമൂഹിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുകയും പോലീസിന്റെ സഹകരണം ഉറപ്പാക്കുകയും ചെയ്യും. യുവജനങ്ങളുടെ സമഗ്ര വികസനവും സാമൂഹിക മുന്നേറ്റവും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികൾ മണ്ഡലത്തിൽ പുതിയ ഊർജം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് മങ്കട മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു. മങ്കട മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നരിക്കുന്നൻ, ജനറൽ സെക്രട്ടറി NP അൻസാർ, ഷബീർ മഞ്ഞാമ്പ്ര, ഷഫീഖ് മക്കരപ്പറമ്പ, ഷമീർ കൊളത്തൂർ, ഫായിസ് T, സാജിദ് വടക്കാങ്ങര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.